അദ്ദേഹം അതിനകത്ത് പറയുന്നത് അങ്ങനെ ഒരു മകന് വേണ്ടി ഞാൻ ബലി ചെയ്തു എന്നുള്ളതാണ്. എന്തൊരു അബദ്ധമാണ്, എന്തൊരു തെറ്റാണ്. അദ്ദേഹത്തിനൊരു മകനുള്ളതാണ്. വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇത്തരമുള്ള വാർത്തകൾ ചെയ്യരുത്. അദ്ദേഹത്തിനൊരു കുടുംബമുള്ളതാണ്. ഒരു മകനെ ബലി ചെയ്തു. ഒരു അച്ഛൻ ആരെങ്കിലും മകന് വേണ്ടി ബലി ചെയ്യുമോ? എന്തൊരു അബദ്ധമാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്യമുണ്ടോ? നല്ല കാലമാണ് രോഹിണി നക്ഷത്രത്തിന്. ധാരാളം ധനമുണ്ടാകും. പക്ഷേ അഹങ്കരിക്കരുത്, കാക്കകളെ തുടരുത്. ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടായിരുന്ന, ഇഷ്ടം പോലെ തൊഴിലാളികൾ ഉണ്ടായിരുന്ന, അഹങ്കാരത്തോട് ജീവിച്ച ആ മനുഷ്യൻ ഇന്ന് ഏതോ ബാങ്കിൽ, എറണാകുളത്തെ ഏതോ ഭാഗത്താണെന്ന് പറഞ്ഞു, ബാങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് പണിയുന്നു. എനിക്ക് സ്വാമിയെ ഒന്ന് കാണണം. നമസ്കാരം. 2 ദിവസം കാന്തല്ലൂരിലായിരുന്നു. കുറേ കാലമായിട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. അവിടുത്തെ ദൈവിക ശക്തി ഉണരുമ്പോൾ എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടാകും. ഇത് പറഞ്ഞാൽ ആൾക്കാർ അന്ധവിശ്വാസമാണെന്ന് പറയും നമ്മുടെ പ്രേക്ഷകർ. പക്ഷേ എനിക്കങ്ങനെ തോന്നിക്കും. അപ്പം ഞാൻ ടീച്ചറേയും കൊണ്ട് അതുവരെ പോകും. ഇപ്രാവശ്യം സർപ്പപൂജ വെച്ചിരുന്നു, അതുകൊണ്ട് പോയേ പറ്റൂ. സർപ്പപൂജ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെയല്ല. അവിടുത്തെ നാഗങ്ങളുടെ ശക്തി അത്ര വളരെ വലുതാണ്. അവിടെ പോയി 2 ദിവസം നിന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന ഒരു ശാന്തിയുണ്ട്. മനസ്സിന് ശാന്തി ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് എന്തൊക്കെ ഉണ്ടായാലും, ഇഷ്ടം പോലെ ധനമുണ്ടായാലും, ഭൗതിക സുഖം ഉണ്ടായാലും, ആത്മീയ സുഖം ഉണ്ടായാലും, അതിനെയൊക്കെ അതിജീവിക്കുന്ന തരത്തിലുള്ള ശാന്തിയാണ് പ്രധാനം. സാധാരണ ശാന്തിമോക്ഷം കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ മൃത്യു കഴിയും, മരണത്തിന് ശേഷമാണ് ശാന്തി കിട്ടുന്നത്. അപ്പോൾ ആ ശാന്തിക്ക് വളരെ എന്നാൽ ഒന്നിനോടും ബന്ധമില്ലാത്തൊരവസ്ഥ അത് കാന്തല്ലൂർ ആശ്രമത്തിൽ നിൽക്കുമ്പോൾ വരും. കാന്തല്ലൂർ ആശ്രമത്തിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു ശാന്തിയുണ്ട്. ഞാൻ ഇന്നലെ പറയാനുള്ളൊരു കാരണം, അവിടെ പോയിട്ട് രാത്രി തിരിച്ചു വരുമ്പോൾ ഒരു വീഡിയോ കണ്ടു. എൻ്റെ മനസ്സിന് വേദന ഉണ്ടാക്കിയ ഒരു വീഡിയോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. യൂട്യൂബർ ഉള്ളവർക്കെല്ലാം തന്നെ ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു അവസ്ഥയ്ക്കപ്പുറത്ത്, ആ അവസ്ഥകൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ നിയമവും നീതിയും ഒക്കെ ഉണ്ടെന്നും ഒരാളെക്കുറിച്ച് അപഖ്യാതിയും ഇല്ലാത്തതും പറയുമ്പോൾ അതിനെയൊക്കെ നേരിടാൻ പ്രാപ്തമാക്കിയിട്ടുള്ള നിയമവ്യവസ്ഥിതി ഇവിടെ ഉണ്ടെന്നുള്ളതും തിരിച്ചറിയുന്ന വളരെ നല്ലതാണ്. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു സത്യസന്ധതയും ഇല്ലാത്ത ഒരു വാർത്ത ഇന്നലെ ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അതിനകത്ത് ശ്രീകുമാരൻ നമ്പി സാറിനെക്കുറിച്ചും MD വാസുദേവനെക്കുറിച്ചും പിന്നെ കാന്തല്ലൂർ സ്വാമിയെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒട്ടും സത്യസന്ധമല്ലാത്ത ഒരു വാർത്തയുണ്ട്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആ വാർത്ത കിട്ടിയത്, എവിടെ നിന്നാണ് അദ്ദേഹം അത് ക്രിയേറ്റ് ചെയ്ത് ശരിയാക്കിയെന്നുള്ളത് എനിക്ക് വളരെ വേദനാജനകമായിട്ട് തോന്നി. കാരണം ഒന്നാമത്, ഞാനൊരു സന്യാസിയല്ല, ഞാനൊരു ഉപാസകനാണ്. എന്നെ സന്യാസിയായിട്ട് ഞാനൊരു കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ എന്താണ് സന്യാസം, ഒരു സന്യാസി എങ്ങനെ ആയിരിക്കണം, ഒരു സന്യാസി ഒരിക്കലും ഒരു കഥയും നോവലും പ്രേതകഥകളും ഒന്നും എഴുതത്തില്ല. ഞാനൊരു ഉപാസകനാണ്, ഞാനൊരു പ്രത്യങ്കര ഉപാസകനാണ്, ഞാനൊരു കർണേശു ഉപാസകനാണ്. ഒരു കർണേശു ഉപാസന വന്നു ചേർന്നതാണ്. ആ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയാനും മനുഷ്യൻ്റെ രോഗദുരിതങ്ങളെക്കുറിച്ചും ഭാവി ജീവിതത്തിനെക്കുറിച്ചും പറയാനും, അതെന്നാണോ എന്നിൽ നിന്ന് ആ ഉപാസന, ആ കർണേശു ഉപാസന എന്നിൽ നിന്ന് അകന്നു പോകുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ അത് പറയാനും കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും ഞാനൊരിടത്ത് ഒരു സന്യാസി എന്നുള്ള ആ പദം ഞാൻ ഉപയോഗിക്കാറില്ല. സന്യാസം എന്ന് പറയുന്നത് അത്രയും ഉയർന്നു നിൽക്കുന്ന, അത്രയും ആത്മീയ തേജസ്സുള്ള ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്കൊന്നും ഒരിക്കലും എനിക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് ഏറ്റവും നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. എന്തിനാ കല ടീച്ചർക്ക് അറിയാവുന്ന പോലും ഉള്ള ആത്മീയ ജ്ഞാനം എനിക്കില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് ഒരുപാട് പരിമിതികളുള്ള ആളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ 7 തവണ ഹിമാലയം യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ മജ്ജയും മാംസവും ഹിമാലയം എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചാൽ തന്നെ ആ യാത്രകളെക്കുറിച്ച് അറിയാൻ പറ്റും. എനിക്കെല്ലാം അത്ഭുതമായിരുന്നു. ആദ്യത്തെ ദർശനങ്ങൾ കിട്ടുമ്പോൾ, ഹരിദ്വാറിൽ വെച്ച് ആദ്യത്തെ ദർശനം കിട്ടുമ്പോൾ, ഋഷിമാരെ കാണുമ്പോൾ, കല്ലുരച്ച് അവർ അഗ്നി കത്തിക്കുന്നത് കാണുമ്പോൾ, ഞാൻ നടന്നുപോയ പാതകളിലെ വ്യത്യാസങ്ങൾ കാണുമ്പോൾ എല്ലാം അത്ഭുതത്തോടെ നോക്കിയിരുന്ന ഒരാളാണ്. ഒരു പർവ്വതനിരയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വഴുതി വെള്ളത്തിലേക്ക് വീഴുന്ന പോലെ ആ വീഴ്ചയിൽ സംഭവിച്ച ഒരു പരിവർത്തനം സംഭവിച്ച ആളാണ് ഞാൻ. യാതൊരുവിധ ശരികളുമില്ലാത്ത ആ ഒരു വീഡിയോ, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, ഇപ്പോഴും സൗഹൃദത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇല്ലാത്ത വീഡിയോകൾ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഞാൻ എനിക്ക് വേണ്ടി ആത്മബലി ചെയ്തതാണ്. കാരണം എനിക്ക് ഉണ്ടാകുന്ന സന്താനങ്ങൾ എന്നിൽ നിന്ന് പിരിഞ്ഞു പോയതിന് ശേഷം ഞാൻ ടീച്ചറെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ മരണശേഷം ഹൈന്ദവ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവതയിൽ പിതൃക്കൾ ബലി ചെയ്യാൻ ആളില്ലാതെ വന്നാൽ ആത്മബലി ചെയ്യാം. ഞാൻ എൻ്റെ ആത്മബലി സ്വയം ചെയ്ത ആളാണ്. അദ്ദേഹം അതിനകത്ത് പറയുന്നത് അങ്ങനെ ഒരു മകന് വേണ്ടി ഞാൻ ബലി ചെയ്തു എന്നുള്ളതാണ്. എന്തൊരു അബദ്ധമാണ്, എന്തൊരു തെറ്റാണ്. അദ്ദേഹത്തിനൊരു മകനുള്ളതാണ്.
വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇത്തരമുള്ള വാർത്തകൾ ചെയ്യരുത്. അദ്ദേഹത്തിനൊരു കുടുംബമുള്ളതാണ്. എനിക്കും ഒരു കുടുംബമാണ്. എൻ്റെ കൂടെ കല ടീച്ചർ ജീവിക്കുകയാണ്. ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം എൻ്റെ കഴിഞ്ഞു പോയ ഒരു ഭൂതകാലത്തെ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടായ ഒരു മകനെ ബലി ചെയ്തു. ഒരച്ഛൻ ആരെങ്കിലും മകന് വേണ്ടി ബലി ചെയ്യുമോ? എന്തൊരു അബദ്ധമാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്യമുണ്ടോ? എനിക്ക് അദ്ദേഹത്തിനെ ഞാൻ എവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ബലി ചെയ്യാൻ പോലും ആരുമില്ല സുഹൃത്തെ. അതുകൊണ്ട് ഞാൻ എൻ്റെ ബലികർമ്മം തന്നെ ചെയ്തു എന്ന് പറഞ്ഞ ഒരാളാണ്. ഞാനൊരിക്കൽ ഒരച്ഛൻ എന്നെ അന്വേഷിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം ദാമ്പത്യത്തിൽ പ്രശ്നമുണ്ടായി പിരിഞ്ഞു പോയ ആളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിന് മുമ്പ് അദ്ദേഹത്തിന് അച്ഛൻ വേർപെട്ട് പോയ അച്ഛന് വേണ്ടി ബലി ചെയ്ത ഒരു കാര്യം പറഞ്ഞു. അത് മകൻ അച്ഛനെ വെട്ടി ബലി ചെയ്ത് അച്ഛനെ ഒഴിവാക്കിയിട്ട് കൊണ്ട് അദ്ദേഹം ആ കർമ്മം ചെയ്തു. മകൻ ചെയ്ത കർമ്മത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. തെറ്റായ വാർത്തകൾ കൊടുക്കരുത്. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ബാക്കിയുള്ള ലോകത്തിലെ എല്ലാവരും മോശമാണെന്ന് ചിന്തിച്ചുകൊണ്ട് സുഹൃത്തിനി അത് ചെയ്യരുത്. അത്തരം കാര്യങ്ങൾ ഒരുപാട് ശത്രുക്കൾ നമുക്കുണ്ടാകാം. നമുക്കെന്തും പറയാം. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരും ഒക്കെ ഉണ്ടാകാം, അത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത്. അതിൻ്റെ മറ്റേ തലം മനസ്സിലാക്കണം. അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് ചുമന്ന കണ്ണുകളോടെ കരഞ്ഞു എന്ന് പറയുന്നു. ഞാൻ ഒരുത്തൻ്റെ മുമ്പിലിരുന്ന് കരയേണ്ട ആവശ്യമില്ല. ഞാൻ ഒരിക്കൽ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല. കാരണം എൻ്റെ അമ്മയുടെ മരണം വീരചരമമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ആശ്രമത്തിലെ വിഗ്രഹങ്ങൾ നശിപ്പിക്കുമ്പോഴും എൻ്റെ കടാവിളക്ക് നശിപ്പിക്കുമ്പോഴും അതിനൊക്കെ അതിക്രമിച്ച് കയറി അത് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും അത് ഹൈന്ദവതയിലുള്ള ആൾക്കാർ തന്നെയാണെന്നും അതിൻ്റെ പിന്നിൽ ഹിന്ദുക്കൾ തന്നെയാണെന്നും അതിലിവിടുത്തെ ജന്മഭൂമി പത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള പലരും ഉണ്ടായിരുന്നുവെന്നും എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ നിയമപരമായി നേരിടുന്ന അവരെല്ലാം കോടതി വരാതെ നിൽപ്പുണ്ട്. എൻ്റെ നാഗങ്ങൾക്ക് പുറത്ത് മിച്ചർ വരി ഇടുകയും അവിടെ മദ്യക്കുപ്പി വലിച്ചെറിയും എൻ്റെ കടാവിളക്ക് തള്ളിയിടുകയും ചെയ്തപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരു വ്യക്തിയുടെ മുമ്പിലിരുന്നും ഞാൻ കരഞ്ഞിട്ടില്ല. കരയേണ്ട ആവശ്യവുമില്ല. അത് കരയാവുന്ന ആരും വിചാരിക്കുകയും വേണ്ട. അങ്ങനെ കരയിപ്പിക്കാമെന്നും വിചാരിക്കേണ്ട. കണ്ണീരുണ്ടാകുന്നത് ചോര കണ്ണീരാകുന്നതാണ്. ആത്മസംഘർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന കണ്ണീരാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു എന്ന് പറയുന്നു. അത്തരത്തിലുള്ള വിഡ്ഢിത്തം നിറഞ്ഞ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യരുത്. ഇത് നിയമപരമായി പോയാൽ അദ്ദേഹത്തിന് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും. അത് വെല്ലുവിളിച്ചിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിന് കോടതി വരാതകളിൽ നിർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ടും സൈബർ സെല്ലിലേക്ക് കയറ്റി ഇറക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വഴി സ്വീകരിക്കുന്നില്ല. പക്ഷേ വീഡിയോ ചെയ്തോളൂ. എന്നെക്കുറിച്ച് സത്യസന്ധമായ വീഡിയോകളോ സത്യസന്ധമായ കാര്യങ്ങളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല. ഇത്തരത്തിൽ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനായിട്ട് MD വാസുദേവൻ നായരും ശ്രീകുമാരൻ തമ്പിയും കാന്തല്ലൂർ സ്വാമിയും പറഞ്ഞിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ, ഒരാളുടെ ഭൂതകാലത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞത് തൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യുകയോ ചെയ്യരുത്. അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഞാൻ തരുന്നത്. ഉള്ള സ്നേഹം നശിപ്പിക്കാതിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അത് മോശമാണ്. നിങ്ങൾക്കും കുടുംബമുണ്ട്, നിങ്ങൾക്ക് മകനുണ്ട്, നിങ്ങൾക്ക് ഭാര്യയുണ്ട്. മകനും ഒരു അബദ്ധം പറ്റാമല്ലോ, മകനും ചെയ്യാമല്ലോ ഇത്തരം കാര്യങ്ങൾ. നിങ്ങളുടെ മകനും ഉണ്ടാകാമല്ലോ ഇത്തരത്തിലുള്ള ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. നിങ്ങൾക്കുണ്ടായില്ലെങ്കിലും നിങ്ങളുടെ സന്താന പരമ്പരകൾക്കുണ്ടാകുമല്ലോ. അപ്പോൾ താങ്കൾക്ക് ഇതെല്ലാം വിളിച്ചു പറയാൻ കഴിയുമോ? താങ്കളിത് വിളിച്ചു പറയുമോ? ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. മകന് വേണ്ടി ബലിയിട്ടത്രേ. മകന് വേണ്ടി ആരെങ്കിലും ബലിയിടുമോ? ആരെങ്കിലും ആത്മീയമായി നിൽക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു സത്യത്തിനെ തിരിച്ചറിയുമോ? മകന് വേണ്ടി ബലിയിടുമോ? എനിക്ക് ആരെങ്കിലും സന്താനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മരണശേഷം പിതൃക്കൾക്ക് ബലി ചെയ്തില്ലെങ്കിൽ മോക്ഷപ്രാപ്തി കിട്ടാതെ പ്രേതാത്മാവയെ അലഞ്ഞു നടക്കും. അങ്ങനെ നടന്നെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് എൻ്റെ ആത്മബലി ഞാൻ തന്നെ രാമേശ്വരത്ത് പോയി ചെയ്തു, വാരണാസിയിൽ കാശിയിലും പോയി ചെയ്തു. അത് ഞാൻ എൻ്റെ ആത്മബലിയാണ് ചെയ്തത്. ഇത് മകന് വേണ്ടി ബലിയിട്ടു എന്ന് ഞാൻ പറഞ്ഞു വീഡിയോ ഇറക്കുന്നത് എന്തും മ്ലേച്ഛമാണ്. ഇത്തരമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. തനിക്കും കുടുംബമുണ്ടെന്ന് തിരിച്ചറിയുക, തനിക്കും വംശമുണ്ടെന്ന് തിരിച്ചറിയുക. വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനായിട്ട് എന്തും വായിൽ വരുന്ന ആരെക്കുറിച്ചും പറയാമെന്നുള്ള ധാരണ തെറ്റാണ്. താങ്കൾ നല്ല സുഹൃത്തായിട്ട് കാണാനാണ് ഇഷ്ടം. അതിന് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുത്. എനിക്ക് താങ്കളെ കോടതിയിൽ കയറ്റാനോ ഇല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറഞ്ഞ അപഖ്യാതി നിറഞ്ഞ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് മുഴുവൻ ഞാൻ കോടതികളിൽ അവരെല്ലാം ജാമ്യം എടുത്ത് നിൽക്കുകയാണ്. അവർ കോടതിയിൽ വാദിക്കട്ടെ. ഒരു കേസുണ്ടായാൽ ആദ്യം ഒരു പരാതിക്കാരനുണ്ടെങ്കിൽ ആ പരാതിക്കാരൻ ആദ്യം പോലീസിൽ പരാതി കൊടുക്കണം, പോലീസ് FIR ഇടണം. പോലീസ് FIR ഇട്ടതിന് ശേഷം പോലീസിൽ നിന്നാണ് ഇപ്പോൾ യൂട്യൂബർമാർ വാർത്ത കൊടുക്കേണ്ടത്. അതാണ് അതിൻ്റെ
കറക്റ്റായിട്ടുള്ള ഇല്ലെങ്കിൽ സത്യസന്ധമായ വാർത്തകളെ റിപ്പോർട്ട് ചെയ്യാവൂ. ഇല്ലാത്ത ഒരാളെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് പോലുള്ള ഒരാളുടെ അഭിമാനത്തെ അല്ലെങ്കിൽ ഒരാളുടെ ആദർശത്തെ അല്ലെങ്കിൽ ഒരാളുടെ ആത്മീയതയെ ചോദ്യം ചെയ്യാവുന്ന വിധത്തിലുള്ള ഇത്തരം വാർത്തകൾ ചെയ്യാതിരിക്കുക. താങ്കളുടെ പേര് പോലും ഞാനിനി പറയില്ല. താങ്കൾ നല്ല ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എന്നെക്കുറിച്ചും ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും ഇതുപോലുള്ള ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, തെറ്റായി കേൾക്കുന്ന കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുക. താങ്കൾ മാത്രം ദിവ്യനും ബാക്കിയുള്ളവരെല്ലാം വിഡ്ഢികളും മടയന്മാരും മണ്ടന്മാരുമാണെന്നും വിചാരിച്ച് ജീവിക്കരുത്. താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ടാകും, ഒരുപാട് ശാപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഒരുപാട് ശാപങ്ങൾ അത് വംശത്തിന് വലിയ ദോഷമുണ്ടാക്കും. എൻ്റെ മാത്രമല്ല, ഒരുപാട് പേര് പറയുന്നൊരു പരാതിയാണ്, താങ്കളെ ഞാനിത് ഇവിടെ പറയുന്നുള്ളതുള്ളൂ. നമ്മൾ മാത്രമല്ലേ ശരി. ഞാനിവിടെ വന്നിരുന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല, നമുക്കിതാ ഒരു വിരൽ ഒരാൾക്ക് നേരെ ചൂണ്ടിയാൽ 3 വിരലുകൾ നമുക്ക് നേരെയും, ഒന്നിതാ ദൈവത്തിൻ്റെ മുകളിലൊരു ഒരാളിരിപ്പുണ്ടെന്നുള്ള സത്യം ഒന്ന് നിങ്ങളുടെ നേരെയും, ബാക്കി 3 വിരൽ നമുക്ക് നേരെയും, ഉയർന്നു നിൽക്കുന്ന തള്ളവിരൽ മുകളിൽ ഒരാളുണ്ട് എന്ന് നമുക്ക് കാട്ടിത്തരും. ഈ ചെയ്യുന്ന അബദ്ധങ്ങളൊക്കെ നാളെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ട് വരും. ശ്വാസം ഒന്ന് നിലച്ചു പോയാൽ, ഒന്ന് വീണു പോയാൽ, പ്രമേഹം ഒന്ന് കുറഞ്ഞു പോയാൽ തീർന്നു നമ്മുടെ ജീവിതം. പ്രമേഹം ഉണ്ടെങ്കിൽ എനിക്കത് കേട്ടപ്പോൾ വളരെ അറപ്പാണ് തോന്നിയത്. ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് വീഡിയോയിലൊക്കെ വിളിച്ചു പറയുന്നത്? ടീച്ചർ പറഞ്ഞു അത് വീഡിയോ ചെയ്യേണ്ടത് സ്വാമി വിട്ടേക്കാൻ. പക്ഷേ എനിക്കത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കി. ഒരു മകനെക്കുറിച്ചല്ലേ പറയുന്നത്? മകനെക്കുറിച്ച്, ഒരു സ്വന്തം മകനാണെങ്കിൽ പോലും ഒരു മകനെന്ന് പറയുന്നത് അവൻ നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ, അവൻ നമ്മളെ ഉപേക്ഷിച്ച് പോയിക്കോട്ടെ, നമ്മളെ അവൻ തള്ളിപ്പറഞ്ഞോട്ടെ, അവൻ നമ്മളെ ചവിട്ടി തേച്ചോട്ടെ. പക്ഷെ ഒരു മകൻ എന്താണെന്ന് ഏറ്റവും മോശമായി നമ്മളോട് പെരുമാറിയ മകനാണെങ്കിൽ പോലും, നമ്മുടെ രക്തത്തിലുണ്ടായ ഒരു മകനാണെങ്കിൽ അവന് വേണ്ടി ബലികർമ്മങ്ങൾ ചെയ്തു വ്യാജ വാർത്ത ഉണ്ടാക്കി പറയുന്നത് തെറ്റാണ്, അബദ്ധമാണ്. അത് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ളൊരു കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണമെന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. അതെന്താണ്? എത്ര പേർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്? ലോകം മുഴുവൻ കണ്ടാൽ പോലും ഇത്തരമുള്ള ഈ മ്ലേച്ഛമായ വാർത്തകൾ അത് എം ടി വാസുദേവൻ സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ശ്രീമാൻ തമ്പി സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കാന്തല്ലൂർ സ്വാമി ചെയ്തതിനെക്കുറിച്ച് പറയൂ. ഞാൻ എൻ്റെ ആത്മബലി ഒരിക്കൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ, സുഹൃത്തെ, നമ്മുടെ ജീവിതം അങ്ങനെയാണ്, ഞാൻ എൻ്റെ ആത്മബലി സ്വയം ഇട്ടു. അപ്പോൾ മക്കളെക്കുറിച്ച് എന്തോ അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടിയുള്ള ആത്മബലി ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ മക്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു ഒരു പിതാവിനെ വിവാഹത്തിന് മുമ്പ് അച്ഛൻ്റെ ബന്ധം വേർപെടുത്താൻ ബലികർമ്മം ചെയ്തൊരു കാര്യമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ ചെയ്ത കാര്യമല്ല പറഞ്ഞത്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത്തരം വാർത്തകൾ ചെയ്യരുത് എന്നാണ് താങ്കളോട് എനിക്ക് പറയാനുള്ളത്. താങ്കൾക്ക് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാം, എത്രയോ നല്ല വാർത്തകൾ, താങ്കളുടെ സ്ഥിരം വീഡിയോ കേൾക്കുന്ന ഒരാളാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അബദ്ധമാണ്. എന്നെ ടീച്ചർ പറഞ്ഞു അത് വിട്ടേക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ സ്വാമിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സൈബർ സെല്ലിൽ ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞു. ഇല്ലാത്ത കഥകൾ പറയരുത്. പക്ഷേ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. താങ്കളെ അങ്ങനെ കോടതികളിൽ കയറ്റിറങ്ങുന്നു. ഇനിയിപ്പോൾ നാളെ വന്ന് ഇത് വെല്ലുവിളിച്ചുകൊണ്ട് എന്നാൽ പരമേശ്വരൻ കൊണ്ട് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞാലും ഇത് ഉപേക്ഷിക്കുകയാണ്. എന്നാലും താങ്കൾക്ക് ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ദൈവശിക്ഷ, താങ്കൾക്ക് ദൈവമില്ല, താങ്കൾ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് താങ്കൾ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് ദൈവമില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്കൊക്കെ ദൈവമുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്. ആ ശക്തി തരുന്നത് താങ്കൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. എൻ്റെ മകനെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾക്ക് ഒരു മകനുണ്ടെന്നും അവനൊരു ജീവിതമുണ്ടെന്നും ബലികർമ്മങ്ങളുടെ ശക്തി എന്താണെന്നും ബലികർമ്മം എന്തെന്നും ആ ബലിച്ചോറ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ പറയാൻ. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അതിനെ വ്യാഖ്യാനിച്ചില്ലാതാക്കാതിരിക്കുകയും ചെയ്യുക. അതിനെ പറയുന്നതിനെ വ്യാഖ്യാനിച്ച് മറ്റൊന്നാക്കി ജനങ്ങളുടെ ഹിതമനുസരിച്ച് ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല എന്നുള്ളത് താങ്കളും തിരിച്ചറിയണം. താങ്കൾ ഒരുപാട് പേരെ വ്യക്തിഹത്യ ചെയ്യുന്നുണ്ട്. അതൊന്നും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ബാക്കി എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും അഭിമാനമുള്ളവരുണ്ട്. അഭിമാനം ക്ഷതമുണ്ടാകുമ്പോഴുണ്ടാകുന്ന വേദനയുണ്ട്. ആ ദൈവത്തെ വിളിച്ച് ഞങ്ങളൊക്കെ താങ്കൾക്ക് ദൈവമില്ല, പക്ഷേ എനിക്ക് ദൈവമുണ്ട്, ഈശ്വരനുണ്ട്. മരണാനന്തര ശേഷം പ്രേതങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മരിച്ചു കഴിഞ്ഞാൽ ചെയ്ത ദോപങ്ങളുടെ പരിണിത ഫലം അനുഭവിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഉണ്ടെന്ന് ഒരാളാണെന്നുള്ളത്. ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ചു. ഞാൻ കാക്കകളെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചു, സ്വാമി ഞാൻ കോടീശ്വരനായ ഒരു മനുഷ്യനായിരുന്നു, കോടികളുടെ ആസ്തിയുള്ള ഒരാൾ. ഞാൻ വിദേശത്തുനിന്ന് കോടികൾ ബിസിനസ് ചെയ്തു. എനിക്കവിടെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പണത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ വളരെ നീചമായിട്ട് ആൾക്കാരോട് പെരുമാറുമായിരുന്നു. എൻ്റെ സ്റ്റാഫിനോട് വളരെ മോശമായിട്ട് പെരുമാറുണ്ടായിരുന്നു. അവിടെ പറഞ്ഞു വിടുമായിരുന്നു, നിഷ്കരണം പറഞ്ഞു വിടുമായിരുന്നു, മോശമായിട്ട് പെരുമാറുമായിരുന്നു. അതെല്ലാം ദൈവം കാണുന്നുണ്ട്. നമ്മൾ ഒരാൾക്ക് ദൈവം പണം തരുന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോയി ഭൂമിയിൽ ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് തരുന്നുണ്ടെങ്കിൽ അതിന് അഹങ്കരിക്കുകയുള്ള വേണ്ട. ഞാനൊരു അഹങ്കാരിയുടെ പതനത്തിൻ്റെ കഥയാണ് ഈ പറയുന്നത്. നമ്മൾ മാത്രമല്ല, ചുറ്റും പലരും ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചതിൻ്റെ ഒരു കാരണം, അദ്ദേഹം
ഇഷ്ടം പോലെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയി, ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ടായി, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായി. ഭാര്യയ്ക്കും അഹങ്കാരം ഒട്ടും കുറവില്ലായിരുന്നു. മക്കളും ഇഷ്ടം പോലെ കൊടൈക്കനാലിലൊക്കെ നിർത്തി പഠിപ്പിച്ചു. എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്നു. അതുവരെ അദ്ദേഹം വാടക വീടുകളിലൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു സ്ഥലം മേടിച്ചു, എത്രയോ സ്ഥലം മേടിച്ചു. രാജകൊട്ടാരം പോലൊരു വീട് പണിതു. എത്രയോ കാലമെടുത്തു അത് പണിയാൻ, 4-5 വർഷമെടുത്തു. ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു പണിതു, ഒരു വീട് കൊട്ടാരം പണിതു. കൊട്ടാരം തന്നെയാണ്. അതിങ്ങനെ കറങ്ങി 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 അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തണം. ഞാൻ ആ വീട് കണ്ട് നടുങ്ങിപ്പോയി. എന്നെ അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയത് വളരെ മുമ്പാണ്. വീട് കാണിക്കാൻ, ഷൂട്ടിങ്ങിന് പറ്റിയൊരു വീടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ കൊണ്ടുപോയതാണ്. ഞാൻ വീടൊക്കെ കണ്ട് കൊള്ളാമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. എന്നെ ഇപ്പോൾ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്, ഈ കാക്കയുടെ വിഷയം കേട്ടതിന് ശേഷമാണ് ഇദ്ദേഹം എന്നെ വിളിക്കുന്നത്. ഒരു 3-4-5 വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ രുദ്രസിംഹാസന സിനിമ 2015 തോന്നുന്നു, അതിനൊരു വീട് വേണം. ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി ഇദ്ദേഹമായിട്ട് പരിചയപ്പെട്ടതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒരു വീടിൻ്റെ ലൊക്കേഷൻ നോക്കി പോകുമ്പോൾ നമ്മളിങ്ങനെ ഒരു വീടുണ്ട്, ഇല്ലെങ്കിൽ ഒരു വീട് കാണാൻ പോകുമ്പോൾ അടുത്തത് ഇങ്ങനെ ഒരു കൊട്ടാരം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഈ പ്രേതകഥകളൊക്കെ ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഞാനൊന്ന് കാണാനായിട്ട് പോകും. അപ്പോൾ രാജകൊട്ടാരം പോലത്തെ ഒരു വീട് ഞാൻ കണ്ടിരുന്നു, എൻ്റെ ഓർമ്മയില്ലാതെ വരുന്നില്ല. എന്നാൽ ഇദ്ദേഹം ഇപ്പോൾ വിളിച്ചത് ഈ വീഡിയോ കണ്ടിട്ടാണ്. നമ്മളിഞ്ഞ് പോന്നു, കാലങ്ങൾ കുറേ കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സർവ്വവും നഷ്ടപ്പെട്ടു. സൂപ്പർ മാർക്കറ്റുകൾ നഷ്ടപ്പെട്ടു, പിന്നെ സകലതും നഷ്ടപ്പെട്ടു. സന്താനങ്ങളായ വിദ്യാഭ്യാസമൊക്കെ മുടങ്ങി, ബിസിനസ് മുഴുവൻ തകർന്നടിഞ്ഞു. എന്താണ് കാരണം? ദൈവം എല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ അഹങ്കരിക്കരുത്, അല്ലേ? ഈശ്വരനെല്ലാം എനിക്ക് തന്നു, ഞാനാണ് ചക്രവർത്തി, ഇഷ്ടംപോലെ പണമുണ്ട്, എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, വാഹനമുണ്ട്, വീടുണ്ട്, സമ്പത്തുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട്, ഇതെത്ര തീർത്താലും തീരെയില്ല, നദി ഒഴുകുന്ന പോലെയാണ്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കും, ഇല്ലേ? അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായ വീട്ടിൻ്റെ മുമ്പിൽ ഒരു നല്ല പ്ലാവ് മരമുണ്ട്. അപ്പോൾ ഈ പ്ലാവ് മരത്തിൻ്റെ വെട്ടിക്കളയണമെന്ന് പിന്നെ അവിടെ വന്ന ജ്യോതിഷ പണ്ഡിതൻ ഒക്കെ പറഞ്ഞത്, നിങ്ങൾക്ക് വീട് ഗൃഹസ്ഥാനമൊന്നും ഒരു കുഴപ്പമില്ല, രാജാവിനെ പോലെ നിങ്ങൾ ജീവിക്കും, പക്ഷേ ഈ പ്ലാവ് ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയല്ല, ഈ പ്ലാവിനെ വെട്ടിക്കളയണം എന്ന് പറഞ്ഞു. വെട്ടിക്കളയണം എന്ന് പറയുമ്പോഴാണ് ഈ പ്ലാവിൽ കാക്കകൾ ഒരുപാട് വരും. കാക്കകളെ കൊണ്ട് ശല്യമില്ല. കാക്കക്കാഷ്ടം വീണ് ഇദ്ദേഹത്തിൻ്റെ താഴെയുള്ള മാർബിളിലെല്ലാം കാക്കക്കാഷ്ടം വീഴും. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് അറിയാമോ? നമ്മളെന്താണ് കാക്കകളെ ഓടിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കുക ഇവിടുന്ന്. പക്ഷേ കാക്കകൾ ഒരുപാട് വരും. കാക്കകൾ വന്നിരുന്ന് രാത്രിയും രാവിലെയും നിരവധി കാക്കകൾ വന്നിരുന്ന് കരയുകയും കാക്കകൾ അവിടെ ഒരു വാസസ്ഥലം പോലെ ആകുകയും ചെയ്തു. ഇദ്ദേഹം എന്ത് ചെയ്തു? ആ മരം വെട്ടി, ആ പ്ലാവ് വെട്ടുമ്പോൾ ഈ മരം വെട്ടാനായിട്ട് ഈ മരം വെട്ടുന്നവൻ കയറുമ്പോൾ തന്നെ കാക്കകൾ കൊത്തി അയാൾ നിലത്തിറങ്ങി, കാക്ക ഇതിനെ വെട്ടാൻ പറ്റൂല, ഇത് മരം വെട്ടാൻ പറ്റൂല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യൂ? കാക്ക തീ വെച്ചു, കാക്കക്കൂടിന് തീ വെച്ചു, കാക്കകളും തീ വെച്ചു, കാക്കകൾ ചത്തു. എന്നിട്ട് ആ മരം അടിവേരോടുകൂടി JCB കൊണ്ട് പിഴുതു മാറ്റി. സകലതും നഷ്ടപ്പെട്ടു, ദരിദ്രനായി പോയി. സെക്യൂരിറ്റി പണിക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് മനുഷ്യൻ. സെക്യൂരിറ്റി പണി, ഒരു വലിയ ബാങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുവാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ ഈ പറയുന്നതൊന്നും വെറുതെ അല്ല. കാക്കകളെ തുടരുത്. കാക്കകളുടെ കഥകൾ ഓരോ ദിവസവും ആൾക്കാരെന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാര സദൃശ്യമായ കെട്ടിടങ്ങൾ നിർമ്മിച്ച്, ഇഷ്ടം പോലെ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടായിരുന്ന, ഇഷ്ടം പോലെ തൊഴിലാളികൾ ഉണ്ടായിരുന്ന, അഹങ്കാരത്തോട് ജീവിച്ച ആ മനുഷ്യൻ ഇന്ന് ഏതോ ബാങ്കിൽ, എറണാകുളത്തെ ഏതോ ഭാഗത്താണെന്ന് പറഞ്ഞു, ബാങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് പണിയുന്നു. എനിക്ക് സ്വാമി ഒന്ന് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത മാസം, ഈ മാസം 20 മുതൽ 25 വരെ ഞാൻ തിരുവനന്തപുരത്തുണ്ട്, ഭാര്യയും കൊണ്ട് നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭാര്യയ്ക്ക് വരാൻ പറ്റില്ല, ഭാര്യ ക്യാൻസർ ബാധിതയാണ്. ദൈവം എന്ന് പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 3 വിരലുകൾ, ഒരാൾക്ക് നേരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ നിനക്ക് നേരെ. നീ ഒരാളെ കുറ്റം പറയുമ്പോൾ 3 കുറ്റം നിനക്കുണ്ട്. ദൈവം ഈ ശക്തി മോളിരുന്ന് കാണുന്നുണ്ട് നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ആ കാക്കക്കൂട് മുഴുവൻ നശിപ്പിച്ചു. കാക്കക്കൂട് തീയിട്ടു, എല്ലാം തീർന്നു, സർവ്വതും തീർന്നു. മക്കൾ, ഞാൻ എന്താണ്, മകൾ ഇഷ്ടമുള്ളവരുത്തൻ്റെ കൂടെ ഓടിപ്പോയി, മകൻ കല്യാണം കഴിച്ച് ഡൈവോഴ്സായി, എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു. ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാകുമോ സ്വാമി? ചോദ്യത്തിന് ഉത്തരമുണ്ടോ?
ഇതിനെന്ത്? അപ്പോൾ ഞാൻ പറഞ്ഞു കാക്കയ്ക്ക് ഇപ്പം അന്ധവിശ്വാസം വളർത്തരുതെന്ന് തന്നെ ഒരുപാട് പേര് ഉപദേശിക്കാറുണ്ട്. അപ്പോൾ കാക്കയ്ക്ക് എന്താണ് ഇനി? കാക്കയ്ക്കുള്ള പരിഹാരം എന്താണ്? ഞാൻ പറഞ്ഞു ധൂമാവതി എന്ന് പറഞ്ഞൊരു ഹോമമുണ്ട്. വലിയ ചിലവാകുമോ സ്വാമി? ഏത് കോടികളിട്ട് അമ്മാനമാടിയ മനുഷ്യൻ ചോദിക്കുകയാണ്, വലിയ പൈസ ചിലവാകുമോ സ്വാമി? ചിലവാകും. അത് ഞാൻ ചെയ്താൽ ചിലവാകും. എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പൂജയും പരിഹാരമൊന്നുമില്ല. കാക്കയെ ഉണ്ടാക്കണം, ആ കാക്കയെ ഉണ്ടാക്കി വെക്കണം. ധൂമാവതി ദേവിയെ രഥം വലിക്കുന്ന ദേവിയാണ്. ഓം ധൂം ധൂം ധൂമാവതി സ്വാഹ. ഭയങ്കര മന്ത്രമാണ്. കാക്കയെ പ്രീതിപ്പെടുത്തുക. പിന്നെ കാക്കയെ ഉണ്ടാക്കി വീട്ടിലെ 4 ചുറ്റിലെ മൂലയിലെ മണ്ണുമൊക്കെ എടുത്ത് അളപ്പൻകോടിൽ പോയിക്കിട്ട് കൊടുക്കുക. അവിടെ ഞാൻ പോയിട്ടില്ല, ഞാൻ പോകണം. ഇതല്ലേ ഉള്ളൂ പരിഹാരം. കാക്കയെക്കുറിച്ചുള്ള എത്ര കഥകൾ കേൾക്കണം മനുഷ്യൻ. പിന്നെ കാക്കയ്ക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം, അയ്യോ സ്വാമി വലിയ പൈസയൊക്കെ ആവുമെങ്കിൽ ഒരു നിവർത്തി, കോടികൾ കൊണ്ട് അമ്മാനമാടി ആൾ പറയുവാണ്, വലിയ പൈസയൊക്കെ ആവുമെങ്കിൽ നിവർത്തിയില്ല സ്വാമി. ഭാര്യയുടെ ട്രീറ്റ്മെൻറ്റിന് തന്നെ അമൃതയിലായിരുന്നു കൊണ്ടുപോയത്. ഇപ്പം പിന്നെ RCCയിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കണം. അവൾ തീരെ വയ്യാതായി, ഒരവയവം പോയി സ്വാമി, നിവർത്തിയില്ല, മക്കളാരുമില്ല, നിവർത്തിയില്ല, എൻ്റെ ഈ സെക്യൂരിറ്റി പണി കൊണ്ടാണ്. അപ്പോൾ ഇത് സത്യമാണ്, ഇതൊരു സത്യമാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിലൊരു സത്യമുണ്ട്. ആ പ്രപഞ്ച സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആരെക്കുറിച്ച് അപഖ്യാതികൾ പറയുമ്പോൾ, നമ്മൾ അഹങ്കരിക്കുമ്പോൾ, നമ്മളെയാണ് ശരിയെന്ന് വിചാരിക്കുമ്പോൾ, നമ്മൾ കോപാകുലനായി ജീവിക്കുമ്പോൾ, ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ പെട്ടെന്ന് വിളിക്കും, എന്തായാലും പ്രാർത്ഥിക്കും, ഈശ്വര അവർക്ക് ദോഷം വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ വിശാഖ നക്ഷത്രത്തിൻ്റെ ഈ പ്രത്യങ്കര ഉപാസനയുടെ ഗുണമാണ്, ദോഷമാണ്. അത് ഒരിക്കലും ആരോടും ദേഷ്യപ്പെടാനോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷേ ഞാൻ ഉടനെ വിളിക്കും, തിരിച്ച് വിളിക്കും, ഞാൻ സംസാരിക്കും. ചിലരൊന്നും എന്നെ ചീത്ത പറയണത് കേൾക്കാം, എന്നാൽ ഞാൻ അത് കേൾക്കാൻ ബാധ്യസ്ഥനാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് കാക്കകളെ, അപ്പോൾ ഞാൻ പിന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും കാക്കയ്ക്ക് കുറച്ച് പച്ചരിയിൽ എള്ളും ചോറും ഉണ്ടാക്കി പിന്നെ കാക്കയ്ക്ക് തെക്ക് ഭാഗത്ത് വെച്ച് കൊടുക്കൂ, കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം, എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക, അപമാനപ്പെടുത്താതിരിക്കുക, അപഖ്യാതിപ്പെടുത്താതിരിക്കുക. കഴിയുന്നതും നമ്മൾക്ക് വാർത്തകളൊക്കെ വായിക്കാം. നമ്മൾ ഇതുപോലുള്ള നമുക്ക് ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പറയുള്ളൂ. കാരണം നമ്മൾക്ക് ആരെയും നമ്മൾ തിരുത്തണമെങ്കിൽ നമ്മൾ 100% ശരിയായിരിക്കണം. 100% നമ്മൾ ശരിയാണെങ്കിൽ മാത്രമേ നമുക്കൊരാളെ തിരുത്താനും, ഈ ശരിയായ വഴി ഇതാണ്, തെറ്റായ വഴി, ഈ വഴികളിലൂടെ പോകരുതെന്ന് പറയണമെങ്കിൽ നമ്മൾ ആ വഴിയിലൂടെ നടന്നു പോയിരിക്കണം. നമ്മൾ ആ വഴിയിലൂടെ നടന്നു പോയെങ്കിൽ മാത്രമേ അവിടെ കുണ്ടും കുഴിയും, അവിടെ പെരുമ്പാമ്പും ഉണ്ട്, കാട്ടാനകളും ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റൂ. നമ്മൾ ശരിയായ വഴികൾ നമുക്ക് ഈശ്വര നിശ്ചയത്തിലൂടെ, ഈ അന്ധകാരമായിട്ടുള്ള ഈശ്വരൻ പ്രകാശിപ്പിക്കുന്ന ആത്മീയമായ ഉള്ളിലുള്ള പ്രകാശം, ആത്മീയ പ്രകാശം, അത് നമുക്ക് ചുറ്റും വിടർത്തുന്ന ഒരു പ്രകാശമുണ്ട്. അതിന് നമ്മുടെ കയ്യിൽ ടോർച്ചും വേണ്ട, മണ്ണെണ്ണ വിളക്കും വേണ്ട, ഒന്നും ആവശ്യമില്ല, ഒരു റാന്തൽ പോലും ഒന്നും വേണ്ട. ആത്മീയമായിട്ടുള്ള ഓം നമോ നാരായണായ മഹാദേവ, ഓം ശംഭോ മഹാദേവ, ഓം ശരവണഭവായ നമ എന്നൊക്കെയുള്ള ജപത്തിലൂടെ നമ്മൾ ഉണ്ടാകുന്ന ആത്മീയമായിട്ടുള്ള നമ്മുടെ ആ ഒരു ശാന്തിയില്ലേ, ആത്മീയ ശാന്തി, ആ ശാന്തി തരുന്ന പ്രകാശം നമ്മുടെ മുമ്പിലേക്കുള്ള വഴിതെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ. ഇന്നിപ്പോൾ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. നല്ല കാലമാണ് രോഹിണി നക്ഷത്രത്തിന്. ധാരാളം ധനമുണ്ടാകും. പക്ഷേ അഹങ്കരിക്കരുത്. അഹങ്കരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആപത്ത്, രക്തത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ, പിന്നെ ധനപരമായിട്ടുള്ള തിരിമറികളിലുണ്ടാകുന്ന വിപത്ത്, ധിക്കാരപരമായ പെരുമാറ്റങ്ങളുള്ള ശത്രുക്കൾ, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖകരമായ യാത്രയിലൂടെ രോഹിണി നക്ഷത്രക്കാർക്ക് കടന്നു പോകാം. സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖദുരിതങ്ങൾ വന്നു ചേർന്നേ പറ്റുള്ളൂ. സന്താനങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുക. സന്താനങ്ങളുടെ വഴി ശരിയാണോ എന്നൊന്ന് അന്വേഷിക്കുന്നത് ഈ 30 ദിവസത്തേക്ക് വളരെ നല്ലതാണ്. ചിങ്ങമാസം മാറ്റം വരും. രാജകുമാരിയെ പോലെ ജീവിക്കാമെങ്കിലും സംഘർഷഭരിതമായ അലറുന്ന അലകടലാണ് ലക്ഷണം. മനസ്സിന് ശാന്തിയില്ലാത്തൊരു കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളുടെ നടുവിൽ അലറുന്ന കടലിൽ കിടന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.